യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു പുനർനിയമനങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നത് സത്യാവസ്ഥയാണ്. ഭയങ്കര നിർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല, ഇത് പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്, കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്നതല്ല. എന്തൊരു നാണം കെട്ട വർത്തമാനമാണ് മുൻ മിനിസ്റ്റർ ആയിട്ടുള്ള രാജമിനിസ്ട്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല, പൊതുജനങ്ങൾ ആകെ ബാധിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്. എന്തോന്ന് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം? കോൺഗ്രസ്സുകാർ 100 വീട് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചിട്ട് അവരെ പിന്നാലെ നടന്ന ആൾക്കാർ ആദ്യം വല്ല ചാട്ടെടുത്ത് പടയ്ക്കണം. അവരിത് കെട്ടിക്കൊടുക്കൂല എന്നുള്ളത് ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവരിത് പറഞ്ഞൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവന്മാര് വരിക എന്ന് നമുക്കറിയാം. എന്നിട്ടും അവരെ വിശ്വസിച്ച ആൾക്കാരെ നമ്മൾ ചാട്ടം നിർത്തിയെടുത്ത് തല്ലിയെന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ എടുത്തിട്ട് 4 പടപടയ്ക്കണം. ഇപ്പോഴത്തെ രാജ മിനിസ്റ്റർ എന്തായാലും ഈ മനുഷ്യൻ ഇമാര് വർത്തമാനം പറയേണ്ട ആവശ്യം, നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നേ. നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം. കോൺഗ്രസിനെ വിശ്വസിച്ച് അവർ വീട് വെച്ച് തരുമെന്ന് വിചാരിച്ച് അവരുടെ ആ ഒരു ആപ്പിലേക്ക് പൈസ അയച്ച ആൾക്കാരൊക്കെ മൂഞ്ചി പണ്ടാറായി കെടുക്കുക അറിയാം നമുക്ക് എല്ലാവർക്കും. അവരവിടെ അങ്ങനെ കെടുക്കട്ടെന്നേ. എന്തിനാണ് LDF-കാരനായിട്ടുള്ള രാജ മിനിസ്റ്റർ ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കുന്നേ? അത് കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ ഇടപെടുന്നില്ല, അവരായി അവരെ പാടായി എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, എന്ത് കാര്യമുണ്ട്? അല്ലെങ്കിലേ 30 ഇനിയിപ്പോ വീണ്ടും ഇത്തരം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് രാജ മിനിസ്റ്റർ ഇടപെടുന്നത്? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ എന്നുള്ള എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ കൈവച്ച തറക്കല്ലിട്ട സ്ഥലത്ത് 125 ദിവസം കഴിഞ്ഞിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് പോലും തുടക്കം കുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് 125 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നേ. ഇനിയിപ്പോ 125 അല്ല, 1500 ദിവസം കഴിഞ്ഞാലും 10-30 വർഷം കഴിഞ്ഞാലും ഞങ്ങളവിടെ വീട് കെട്ടിക്കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രാജ്യ മിനിസ്റ്ററെ, താങ്കൾക്ക് എന്തിനാണ്? താങ്കൾക്ക് താങ്കളുടെ കാര്യം നോക്കിയാൽ പോരെ? എന്തായാലും ബാക്കി കേൾക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കാകെ അവമതിപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പണം പിരിക്കുക. എന്തോന്ന് അവമതിപ്പ്? അങ്ങനെ എന്തെങ്കിലും ഒരു അവമതിപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ വെറും 4500 മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വയനാട്ടില് 40-45,000 ഭൂരിപക്ഷം ടി സിദ്ദീഖിന് കിട്ടുമോ? നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ജനങ്ങൾക്ക് എന്താ അവമതിപ്പാ ഉള്ളത്? കോൺഗ്രസിനോട് വല്ല ദേഷ്യമുണ്ടോ? കോൺഗ്രസിന് വീട് കെട്ടിത്തരാത്തതുകൊണ്ട് വയനാട്ടുകാർക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു നിവാസികൾക്ക്, വയനാട് നിവാസികൾക്ക് വല്ല ദേഷ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ടി സിദ്ദിഖ് ജയിക്കുവോ? ജയിക്കത്തില്ലല്ലോ. ഇവിടെ നുണകളോട് നുണകൾ പറഞ്ഞു നടക്കരുത്. ഇതാ ഞങ്ങൾ തറക്കല്ലിട്ടു, ഞങ്ങൾ വീട് പണി തുടങ്ങി, അയ്യോ അവിടെ ആൾ താമസം തുടങ്ങി എന്നൊക്കെ നുണ പറയുകയായിരുന്നല്ലോ നമ്മുടെ VD സതീശൻ. വല്ല പ്രശ്നമുണ്ടോ? ആ ചെങ്ങാതിയിലെ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്നേ. 10 വർഷം ചെല്ലാനത്തുകാർക്കും വയനാട്ടുകാർക്കും വേണ്ട നാട്ടിലത്തെ എല്ലാവർക്കും സഹായങ്ങൾ വാരിക്കോരി നൽകുക. ആ കൊറോണ സമയത്തും ഒപ്പം തന്നെ നിപ്പ സമയത്തൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുക. പ്രളയ സമയത്തൊക്കെ കേരളത്തെ ആവോളം ധൈര്യം കൊടുത്ത് മാനസികാശ്വാസമൊക്കെ കൊടുത്ത് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന പിണറായി വിജയൻ എന്തായി? എന്നിട്ട് ഇപ്പോഴും വർത്താനം പറയുന്നു. LDF രാജ മിനിസ്റ്റർ പറയുന്നു ഇത് നമ്മുടെ എല്ലാ കോൺഗ്രസിനും മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വളരെയധികം അപമാനം ഉണ്ടാക്കുന്ന സമയം. എന്തോന്ന് അപമാനം? ഒരു അപമാനവും ഇല്ലെന്നേ. എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അപമാനകരമായ കാര്യം. ചെയ്തു കൊടുക്കരുത്, ചെയ്തു കൊടുക്കാന്ന് പറയണം അല്ലേ? ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവണം. പ്രതീക്ഷ നടപ്പിലാക്കി കഴിഞ്ഞ പ്രതീക്ഷ എന്ന് പറഞ്ഞ വാക്കിന് പിന്നെ ഒരു വിലയില്ല. അപ്പൊ ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവണം. ഇവന്മാർ ചെയ്ത് തരൂല, ഒരു കാരണവശാലും കൊടുക്കൂല എന്നൊക്കെ പരസ്യമായിട്ട് തന്നെ അവർ പറയും. എന്നാലും ഒരു പ്രതീക്ഷ അതങ്ങനെ നിലനിർത്തണം. ഒരു അല്ലേ, ഒരു ടെൻഷൻ അങ്ങനെ നിലനിർത്തണം. അങ്ങനെ ഒരു ടെൻഷൻ നിലനിർത്തുന്ന സിനിമകളൊക്കെ കാണാൻ ഒരു രസമുള്ളൂ അല്ലേ? ഇതൊക്കെ ആരോട് പറയാൻ? എന്നിട്ടും രാജ മിനിസ്റ്റർ ഇതാ പറയുന്നു, പണം പിരിച്ച് ഇത്രാം തീയതിക്കുള്ളിൽ പണിയെന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരനക്കം പോലും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എന്തോന്ന് ഖേദകരം? അനക്കം ഉണ്ടായില്ലേ? 45,000 ഭൂരിപക്ഷത്തോടെ ഉയർന്നില്ലേ? ഇതാണ് പ്രതീക്ഷയുടെ വിജയം. പ്രതീക്ഷയെ കൊടുക്കാൻ പാടുള്ളൂ, നടപ്പിലാക്കരുത്. പ്രതീക്ഷ നടപ്പിലാക്കരുത്.
കോൺഗ്രസ് പൊതുസമൂഹത്തിനോട് നിർബന്ധമായി ഉത്തരം പറഞ്ഞാൽ മതിയാവും അക്കാര്യത്തിൽ. അല്ലാതെ യാതൊരു സംഭവമില്ലെന്നാണ്. 125 ദിവസം കൊണ്ടൊരു കിണർ കുഴിക്കേണ്ട കാര്യമില്ല, അതും ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ പ്രശ്നം ഇതാണ്, നേരത്തെ ഒരു പ്ലാൻ തയ്യാറാക്കി അവർ തന്നെ ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് അപ്രൂവൽ മേടിച്ചല്ല കറക്കല്ലിട്ടതും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം നടത്തിയതും. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ധൃതിപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ മാത്രമാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ഇനിയിപ്പോ അതിന് പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാനില്ല. ഏറ്റവും വേഗതയിൽ ആര് തിരിച്ചറിഞ്ഞുവെങ്കിൽ നിങ്ങളൊക്കെ അവിടെ തോൽക്കുവോ? ജനങ്ങൾ അതൊക്കെ തിരിച്ചറിഞ്ഞുവെങ്കിൽ ഇവിടെ LDF തന്നെ വരണ്ടേ? പിണറായി വിജയൻ 3.0 തന്നെ വരണ്ടേ? ഇപ്പോഴാ നിങ്ങളൊക്കെ സംസാരിക്കുന്ന ഈ സമയത്തും പകർച്ചപ്പനി കൊണ്ട് 100 ചില്ലറ ആളുകളാ മരിച്ചുപോയേ. ആരാ തിരിച്ചറിയുന്നേ? അല്ലേ? വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് വിൽക്കാൻ പോകുന്നു, കൊണ്ടുപോയിക്കോളി എന്നാ പറയുന്നത്. ആരാ തിരിച്ചറിയുന്നേ? മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമയത്ത് കൊടുക്കേണ്ട റേഷൻ കൊടുക്കുന്നില്ല. ആരാ തിരിച്ചറിഞ്ഞേ? ഗർഭിണികളായിട്ടുള്ള ആദിവാസികൾക്ക് 2000 രൂപ കൊടുക്കാനുണ്ട്, ആ കൊടുക്കുന്നില്ല. ആരാ തിരിച്ചറിഞ്ഞേ? 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുന്നു പറഞ്ഞു. പിണറായി വിജയൻ പ്രഖ്യാപിച്ച 2000 തന്നെ കൊടുക്കുന്നുള്ളൂ. ആരാ ചോദ്യം ചെയ്യുന്നേ? 35 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾക്ക് 2000 രൂപ വെച്ച് കിട്ടുമായിരുന്നു. 1000-2000 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അതിപ്പോ കൊടുക്കുന്നില്ല. ആരാ ചോദ്യം ചെയ്യുന്നേ? എന്ത് തേങ്ങ തിരിച്ചറിഞ്ഞു എന്നാ പറയുന്നേ? നിങ്ങൾക്ക് ഇപ്പോഴും ജനങ്ങളെ മനസ്സിലായിട്ടില്ല. LDFകാരെ, ജനങ്ങൾക്ക് ഇതൊന്നും നടപ്പിലാക്കി കിട്ടേണ്ട ഒരു ആവശ്യമേ ഇല്ല. റോഡിൽ കുഴി ഉണ്ടാവുമ്പോൾ റോഡിൽ ഗുജ്ജൊക്കെ ഉണ്ടാവും, മഴക്കാലാണ് ഗുജ്ജൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ആരോഗ്യ പ്രവർത്തകന്റെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കാലഘട്ടത്തിലുള്ള പ്രശ്നമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പ്രശ്നത്തിന്റെ തുടർച്ചയാണ്, ഞങ്ങളല്ല കുറ്റക്കാര്, അത് പിണറായി വിജയനാന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക മാത്രം ചെയ്യേണ്ട സമയത്ത് വെറുതെ ഈ കേരളത്തിനെ നല്ല റോഡ് ഉണ്ടാക്കുക, കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുക, എന്നാത്തിന്? ഇതിപ്പോ എന്താ കിട്ടിയേ? 35 സീറ്റ്. ഞാൻ പറയുന്നില്ല, വാക്ക് പറഞ്ഞ് 100 വീടുകൾ പൂർത്തിയാക്കുക. ആ 100 വീടുകൾക്ക് അത്ര ചെറിയ സ്ഥലം മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ആ നടപടിക്രമങ്ങളിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നറിയാൻ പൊതുസമൂഹത്തിന് ആകാംക്ഷയുണ്ട്. കേരളം അത് വളരെ ശ്രദ്ധയോടെ കാണുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ആ ഗൗരവം കോൺഗ്രസ് ആ വീട്ടിൽ ആ ഒരു സ്ഥലത്ത് റോഡ് പണി എന്താ പറയുക, വീട് പണിയൂല. അവിടെ 100 വീടൊന്നും പണിയുള്ള സ്ഥലമില്ല. അപ്പൊ ഇവനെന്ത് ചെയ്യും? അത് കുട്ടികൾക്കുള്ള കളിസ്ഥലാക്കി മാറ്റും. ഫുട്ബോള്, ക്രിക്കറ്റ്, മയക്കുമരുന്നെതിരൊക്കെ ഫുട്ബോളൊക്കെ ഗംഭീര പരിപാടിയാണ്. തൂഫാന്റെ ഭാഗമായിട്ട് അവിടെ വേണമെങ്കിൽ കോൺഗ്രസ് എന്തുണ്ടാക്കും? ഒരു മൈതാനം ഉണ്ടാക്കും. കുട്ടികളെ കളിച്ചോളിയും പറയും. ദാഹിച്ച അതാ കിണറുണ്ട്, ആ കിണറ്റിന്ന് വെള്ളം കോരി കുടിച്ചോളെന്ന് പറയും. ഇതേ നടക്കുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ അടിയന്തരമായി തയ്യാറാവണം. CPI ഉപനേതാവിന്റെ കാര്യങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഇതിന്റെ ഒരു ശാശ്വതമായ പരിഹാരം അങ്ങനെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലപാടിൽ നിന്നും ആവശ്യത്തിൽ നിന്നും CPI പിന്തിരിഞ്ഞിട്ടുമില്ല. അതുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ഓഫീസർ ഈ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും ഗൗരവപ്പെട്ട ഇവിടുത്തെ പ്രശ്നം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ അസാന്നിധ്യമാണ്. അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഓരോ വീടും എത്ര ദിവസത്തിനുള്ളിൽ, എത്ര മണിക്കൂറിനുള്ളിൽ ഓരോ പ്രവർത്തനവും പൂർത്തീകരിക്കണം എന്നുള്ളതിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കി ആ പ്രവർത്തനങ്ങളുടെ പിന്നാലെ നടന്ന് അത് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവരെ കർശനമായ സമ്മർദ്ദം ചെലുത്തലാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ ചുമതല. അങ്ങനെ ഒരാൾ ഇല്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഒരു മലയാളം ഭയങ്കര പ്രശ്നം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ ഇല്ല. കാരണം വയനാട് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഓഫീസറുണ്ട്. മൂപ്പരങ്ങോട്ട് മാറ്റി എന്താ സംഭവിക്കുക? അവിടെ പണിയൊന്നും നടക്കൂല. പണി നടക്കരുതെന്നേ. അതാണ് ഇവിടുത്തെ VD സതീശന്റെ മോഹം എന്നൊക്കെ അവരാണ് വിചാരിക്കാൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വയനാട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹമുള്ളതുകൊണ്ടല്ലേ, വീട് പണിക്ക് അതിഗംഭീരമായി ചെയ്തു തരുമെന്നുള്ളതുകൊണ്ടല്ലേ VD സതീശ മേനോനൊക്കെ ജയിപ്പിച്ചേ. അപ്പൊ അവരെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെന്നേ. അതിൽ നിങ്ങൾ കയറിയിട്ട് വെറുതെ ഇടങ്കോലുണ്ടാക്കി മിണ്ടായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ LDF ഇനി മിണ്ടരുത്. കവാന്നൊരക്ഷരം മിണ്ടരുത്. വയനാടോ? ഏത് വയനാട്? ആ മൂലയ്ക്കല്ല, ആയിക്കോട്ടെ. എന്താ വീട് പണിയാ? ഏത് വീട് പണി? എൻ്റെ വീട് പണിയാ? നല്ല പോലെയൊക്കെ നടക്കുന്നുണ്ട്. അതാ ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റിൽ കുറച്ച് പൈസ വാങ്ങിച്ചു എൻ്റെ വീടാണ് പണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി.
അല്ലാതെ വെറുതെ ഒരു നാട്ടുകാരുടെ കാര്യത്തിൽ എന്തിനിടപെടണം? ഈ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടരുത്. എൻ്റെ ഒരു വിനീതമായ അപേക്ഷയാണ്. ബൈ.